ഹരി ഓം. ഇന്ന് ഭാഗവതമാണ് നമ്മുടെ വിഷയം. ചതുർവിംശതിതമോധ്യായ 24-ാം അധ്യായം, 4-ാം സ്കന്ധത്തിലെ 24-ാമത്തെ അധ്യായം. ഇതിലാണ് രുദ്രഗീതം എന്ന് പറയും, ശിവഗീതം എന്ന് പറയും. രുദ്രഗീതം എന്നാണ് സാധാരണ മൂല ഭാഗവതത്തിൽ ആ ഭാഗത്തിന് പറയാറുള്ളത്. രുദ്രഗീതം അതായത് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് ആണ്. അതുകൊണ്ടാണ് ഇതിന് രുദ്രഗീതം എന്ന് പറഞ്ഞത്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ശിവൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെയല്ല, ശിവൻ മഹാവിഷ്ണുവിനെ പ്രകീർത്തിക്കുന്നതായ കീർത്തനമാണ് രുദ്രഗീതം. ഇത് പ്രജാതസ്സുകളുടെ തപസ്സുമാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. 79 ശ്ലോകങ്ങളുണ്ട്. വളരെ വലിയ ഒരു അധ്യായമാണ്. അതുകൊണ്ടത് കുറേശ്ശെ നമുക്ക് പഠിക്കാം. അഥ ചതുർവിംശതിതമോധ്യായ. മൈത്രേയ ഉവാച. വിജിതാശോധിരാജാസീത് ഭൃതുപുത്ര പൃഥുശ്രവാഃ യവീയോഭ്യോ ദദാത് കാഷ്ഠ ഭ്രാതൃഭ്യോ ഭ്രാതൃവത്സലഃ. വിജിതാശോധിരാജാസീത്, രാജാ ആസീത് എന്ന രാജാ നീട്ടുണ്ട്, അതിൻ്റെ കൂടെ ആയിക്ക് നീട്ടുണ്ട്. വിജിതാശോധിരാജാസീത് പൃഥുപുത്ര പൃഥുശ്രവാഃ യവീയോഭ്യോ ദദാത് കാഷ്ഠ ഭ്രാതൃഭ്യോ ഭ്രാതൃവത്സലഃ. മൈത്രേയൻ പറഞ്ഞു. പൃഥു മഹാരാജാവിൻ്റെ കാലശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വളരെ കീർത്തിമാനായ പൃഥുപുത്രൻ വിജിതാശ്വൻ പൃഥുവിന് ശേഷം രാജാവായി തീർന്നു. പിന്നെ സഹോദരന്മാരുടെയൊക്കെ സ്നേഹത്തോടു കൂടിയുള്ള പരിചരണങ്ങൾ കൊണ്ട്, അവരുടെയും കൂടെ കൂട്ടായ്മ കൊണ്ട് അവരെല്ലാവരും കൂടി ഭരണത്തിന് ഓരോ ദിക്കുകളായിട്ട് അവർക്ക് തിരിച്ച് കൊടുത്തു. ആ ഓരോ രാജാക്കന്മാർക്കും ഓരോ സഹോദരന്മാർക്കും ഓരോ ഭാഗമായിട്ട് വീതിച്ച് കൊടുത്തു. ആ ഒരു രീതിയിലായിരുന്നു ഈ കീർത്തിമാൻ ഭരിച്ചത്. ഹര്യക്ഷായാദിശത് പ്രാചീം ധൂമ്രകേശായ ദക്ഷിണാം പ്രതീചീം മൃഗസംജ്ഞായ തുര്യാം ദ്രവിണസേ വിഭുഃ. ഹര്യക്ഷായാദിശത് പ്രാചീം ധൂമ്രകേശായ ദക്ഷിണാം പ്രതീചീം മൃഗസംജ്ഞായ തുര്യാം ദ്രവിണസേ വിഭുഃ. ഓരോരുത്തർക്ക് കൊടുത്തതിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് കൊടുത്തതെന്നാണ്. ഹര്യക്ഷന് കിഴക്കേ ദിക്ക് കൊടുത്തു, ധൂമ്രകേശന് തെക്ക് ഭാഗവും, വൃകൻ എന്ന സഹോദരന് പടിഞ്ഞാറ് ഭാഗവും, ദ്രവിണസിന് വടക്കേ ദിക്കും വീതിച്ചു കൊടുത്തു. അന്തർധാനഗതിം ശക്രാത് ലബ്ധാന്തർധാന സംജ്ഞിതഃ അപത്യത്രയമാധത്ത ശിഖണ്ഡിന്യാം സുസമ്മതം. അന്തർധാനഗതിം ശക്രാത് ലബ്ധാന്തർധാന സംജ്ഞിതഃ അപത്യത്രയമാധത്ത ശിഖണ്ഡിന്യാം സുസമ്മതം. ഇന്ദ്രനിൽ നിന്ന് ശക്രൻ ഇന്ദ്രനിൽ നിന്ന് അന്തർധാന ശക്തി എന്ന് വെച്ചാൽ കാണാതിരിക്കുക, അന്തർധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ മറയത്ത് നിൽക്കാനുള്ള ആ ശക്തി സമ്പാദിച്ച അന്തർധാനൻ എന്ന് പ്രസിദ്ധനായി തീർന്ന അദ്ദേഹം ശിഖണ്ഡിനി എന്ന തൻ്റെ പത്നി, ശിഖണ്ഡിനി എന്നാണ് ആ പത്നിയുടെ പേര്, ശിഖണ്ഡിനി എന്ന പത്നിയിൽ വളരെ സമ്മതരായിട്ടുള്ള എന്ന് വെച്ചാൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള 3 പുത്രന്മാർ ഉണ്ടായി. പാവക പവമാനശ്ച ശുചിരിത്യഗ്നയഃ പുരാ. അഗ്നയഃ പുരാ, അപ്പായ്ക്ക് ഇരട്ടിച്ച് ഉച്ചരിക്കണം. പാവക പവമാനശ്ച, കണ്ടോ, പാവക പവമാനശ്ച ശുചിരിത്യഗ്നയഃ പുരാ. വസിഷ്ഠശാപാദുത്പന്ന പുനർയോഗഗതിം ഗതാഃ. പാവക പവമാനശ്ച ശുചിരിത്യഗ്നയഃ പുരാ വസിഷ്ഠശാപാദുത്പന്ന പുനർയോഗഗതിം ഗതാഃ. പാവകൻ, പവമാനൻ, ശുചി എന്ന് 3 അഗ്നിദേവതകൾ പണ്ട് കാലത്ത് വസിഷ്ഠ മഹർഷിയുടെ ശാപത്താൽ ഇങ്ങനെ വന്ന് മനുഷ്യരിൽ ജനിക്കുക എന്നുള്ളൊരു ശാപം കിട്ടിയതുകൊണ്ട് അവർ തങ്ങളുടെ യോഗമായാൽ പിന്നെയും അഗ്നികളായി തീരുകയും ചെയ്തു.
അന്തർധാനോ നഭസ്വത്യാം ഹവിർധാനമവിന്ദതാം യ ഇന്ദ്രമശ്വഹർത്താരം വിദ്വാനപി ന ജഘ്നിവാൻ അന്തർധാനോ നഭസ്വത്യാം ഹവിർധാനം അവിന്ദത യ ഇന്ദ്രമശ്വഹർത്താരം വിദ്വാനപി ന ജഘ്നിവാൻ. ആ കുതിരയെ തട്ടിയെടുക്കുന്ന ഇന്ദ്രനെ മനസ്സിലാക്കിയിട്ടും കൊന്നുകളയാൻ തയ്യാറല്ലാതെ അന്തർധാനൻ നഭസ്വതി എന്ന മറ്റൊരു പത്നിയിൽ ഹവിർധാനനെ പുത്രനായി ജനിപ്പിച്ചു. രാജ്ഞാം വൃത്തിം കരാദാനാത് ദണ്ഡശുൽക്കാതിദാരുണാം മന്യമാനോ ദീർഘസത്രവ്യാജേന വിസർജഹാം. രാജ്ഞാം വൃത്തിം കരാദാനാത് ദണ്ഡശുൽക്കാതിദാരുണാം. അവിടെ നിർത്താൻ പറ്റൂല, അവിടെ ആരും ഒന്നിച്ചാണ് എഴുതിയിരിക്കുന്നത്. രാജ്ഞാം വൃത്തിം കരാദാനദണ്ഡശുൽക്കാതിദാരുണാം മന്യമാനോ ദീർഘസത്രവ്യാജേന വിസർജഹാം. രാജാക്കന്മാരുടെ ജോലി എന്താ? നികുതി പിരിക്കൽ, പിന്നെ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കൽ, പിന്നെ പിഴയായിട്ടുള്ളതിനെ സ്വീകരിക്കൽ. എന്തെങ്കിലും പിഴ ചെയ്താൽ അത് ഇന്ന തെറ്റിന് ഇത്ര പിഴ രൂപ അത് വാങ്ങിച്ചെടുക്കൽ മുതലായവയിൽ ക്രൂരമാണെന്ന് കരുതി അദ്ദേഹം വളരെ കാലം നീണ്ടു നിൽക്കുന്ന സത്രമെന്ന വ്യാജേന അത് കൈവിട്ടു. അതായത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഈ ശിഖണ്ഡിനി എന്ന അതിൻ്റെ അദ്ദേഹത്തിന് രാജ്യഭാരം അത്ര രാജ്യം ഭരിക്കുന്ന അത്ര ഒരു സുഖകരമായിട്ട് തോന്നാവുന്നത് കൊണ്ട് അദ്ദേഹം ഈ ഭരണം പതുക്കെ പലതരത്തിൽ സൂത്രത്തിൽ എന്ന് നമ്മൾ പറയാറുള്ള ഇന്ന കാരണമെന്ന് പല കാരണങ്ങൾ പറഞ്ഞ് അല്ലേ, നമുക്ക് ഒഴിവാക്കണമെങ്കിൽ പല കാരണങ്ങളുണ്ടാകാം. അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് പതുക്കെ അന്തർധാനൻ എന്ന പ്രസിദ്ധനായി തീർന്ന അദ്ദേഹം എന്ന് പറഞ്ഞല്ലേ ആ നാള് ഈ രാജഭരണം പതുക്കെ അതങ്ങ് കൈവിട്ടു. തത്രാപി ഹംസം പുരുഷം പരമാത്മാനം ആത്മദൃക്ക് യജൻ തൻലോകതാമാപ കുശലേന സമാധിന. തത്രാപി ഹംസം പുരുഷം പരമാത്മാനം ആത്മദൃക്ക് യജൻ തൻലോകതാമാപ എന്നാക്കിക്കോ. യജംസ്തല്ലോകതാമാപ എന്ന് വായിച്ചാലും ശരിയാണ്. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യജൻ തത് താം ആപ യജൻ തല്ലോക താമാപ കുശലേന സമാധിന എന്നോട് വായിക്കാം. തത്രാപി ഹംസം പുരുഷം പരമാത്മാനം ആത്മദൃക്ക് യജൻ തൻലോകതാമാപ കുശലേന സമാധിന. അതുപോലെ ആത്മജ്ഞാനിയായ അദ്ദേഹം ഒരു സത്രം അങ്ങ് നടത്തി പതുക്കെ ഒരു സത്രത്തിനകത്തങ്ങ് പോയി ഇരിക്കുവാണെങ്കിൽ കുറേ നാൾ അങ്ങ് പോകുമല്ലോ, ഈ ഭാരങ്ങളൊന്നും വേണ്ടല്ലോ. ബുദ്ധിമുട്ടാണ്, അതൊക്കെ ക്രൂരമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. എന്താ ഈ പിഴ വാങ്ങിക്കലും ശിക്ഷ കൊടുക്കലും അതുപോലെ കരം പിരിക്കലുമൊക്കെ ബുദ്ധിമുട്ടാണ്, അത് തെറ്റാണ്. അദ്ദേഹത്തിന് അത് ചെയ്യാനൊരു മനസ്സിലാത്ത ഒരു സാത്വികനായിരുന്നിരിക്കാം. അദ്ദേഹം പതുക്കെ ഈ സത്രം നടത്തുന്ന വ്യാജേന സാവധാനം ഈ രാജ്യഭാരം വിട്ടിട്ട് ആത്മജ്ഞാനിയായ അദ്ദേഹം ആ സത്രത്തിൽ സർവക്ലേശനാശകനും പരമപുരുഷനുമായ മഹാവിഷ്ണുവിനെ മംഗളസമാധി കൊണ്ട് യജിക്കുന്നവനായി അവിടുത്തെ ദിവ്യ മംഗളസ്ഥാനത്തെ തന്നെ പ്രാപിച്ചു. ആ യജ്ഞത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് അവിടുത്തെ സ്ഥാനത്ത് എത്തി, ഭഗവാന്റെ അടുത്തെത്തി. ഹവിർധാനി അതാണ് ധ വന്നത് അവിടെ കേട്ടോ. അവിടെ ഹവിർധാനി എന്നാക്കിക്കോ. അതാണെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ പ്രയാസവുമില്ല, അർത്ഥവും മനസ്സിലാകും. ഹവിർധാനി വിദുരാസൂത ഷഡ്സുതാന് ബർഹിഷതം ഗയം ശുക്ലം കൃഷ്ണം സത്യം ജിതവ്രതം. അല്ലയോ വിതുരനോടല്ല പറയുന്നത്. വിതുര ഹവിർധാനൻ പത്നിക്ക് ഹവിർധാനി എന്ന് പറഞ്ഞാൽ പത്നി, അദ്ദേഹത്തിൽ നിന്ന് ബർഹിഷത്, ഗയൻ, ശുക്ലൻ, കൃഷ്ണൻ, സത്യൻ, ജിതവ്രതൻ എന്ന 6 പുത്രന്മാരുണ്ടായി ഈ ഹവിർധാനൻ്റെ പത്നിക്ക്.
ഹവിർധാനാത് ഹവിർധാനി. വിദുരാസൂത ഷഡ്സുതാന് 6 പുത്രന്മാർ. അത് ബർഹിഷതം ഗയം ശുക്ലം കൃഷ്ണം സത്യം ജഗവ്രതം പേരുകളാണ് ഇതൊക്കെ. ബർഹിഷത് സുമഹാഭാഗോ ഹവിർധാനി പ്രജാപതി ക്രിയാകാണ്ഡേഷു നിഷ്ണാതോ യോഗേഷു ച കുരുദ്വഹ. ബർഹിഷത് സുമഹാഭാഗോ ഹവിർധാനി പ്രജാപതി ക്രിയാകാണ്ഡേഷു നിഷ്ണാതോ യോഗേഷു ച കുരുദ്വഹ. അല്ലയോ കുരുദ്വഹ, കുരുവീര, അതായത് വിദുരരെ വിളിക്കുന്നതാണ്. മഹാനും ഹവിർധാനപുത്രനും ബർഹിഷത്ത് എന്ന പ്രസിദ്ധനുമായ ആ ബർഹിഷത്ത് പ്രജാപതി കർമ്മകാണ്ഡങ്ങളിലും പ്രാണായാമാദികളിലും അതിസമർത്ഥനായിരുന്നു. അതിനകത്തെ ബർഹിഷ്, അത് 6 പേരുള്ളതിനകത്ത് ബർഹിഷത്ത് എന്ന ആളിനെ എടുക്കുക. ആ ബർഹിഷത്ത് വളരെ പ്രതാപവാനായിട്ട് തീർന്നു. എങ്ങനെയൊക്കെയാ? കർമ്മകാണ്ഡങ്ങൾ, പല കർമ്മങ്ങൾ ചെയ്തും അതുപോലെ പ്രാണായാമാദികൾ അതുമൊക്കെ ചെയ്തു. അതിനകത്തൊക്കെ സമർത്ഥനായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇച്ചിരി ആ കൂട്ടത്തിൽ 6 പേരിൽ മിടുക്കൻ ബർഹിഷതായിരുന്നു. യസ്യേദം ദേവയജനം അനു യജ്ഞം വിതന്വതഃ പ്രാചീനാഗ്രൈകുശൈരാസീത് ആസ്തൃതം വസുധാതലം. അവിടെ ഇച്ചിരി പിരിച്ചു പറയാനുണ്ട്. പ്രാചീനാഗ്രൈകുശൈരാസീത് ആസ്തൃതം വസുധാതലം. യസ്യേദം ദേവയജനം അനുയജ്ഞം വിതന്വതഃ. ദേവയജനം അനുയജ്ഞം വിതന്വതഃ പ്രാചീനാഗ്രൈകുശൈരാസീത് ആസ്തൃതം വസുധാതലം. അദ്ദേഹം ഭൂമി മുഴുവൻ യജ്ഞസ്ഥലമാക്കി തീർത്തു. എവിടെ നോക്കിയാലും അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രാചീനാഗ്രം, ഈ ദർഭയുടെ അഗ്രം പ്രാചീന ഭാഗത്തോട്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ് പ്രാചീന ബർഹിഷതെന്ന് അദ്ദേഹത്തിനെ വിളിക്കാൻ തുടങ്ങിയ ആളുകൾ. അങ്ങനെ കിഴക്കോട്ട് തിരിച്ചാണ് പുല്ല് വെക്കുന്നത്. കൊണ്ട് എങ്ങനെയാണ് വിളിക്കുന്നത്? പ്രാചീന ബർഹിഷത. ഭൂമി മുഴുവൻ മൂടപ്പെട്ടു ഈ പുല്ലുകൾ കൊണ്ട്. അത് എന്താ, എല്ലായിടവും ഞാൻ ഭൂമിയാക്കി മാറ്റി. ഒരിടത്തേത് കഴിയുമ്പോൾ അടുത്തത് തുടങ്ങും. ഒരു സ്ഥലത്തെ ഞാൻ കഴിയുമ്പോൾ അടുത്ത സ്ഥലത്ത് ദർഭ വിരിക്കുകയായി. എന്തിന്? യജ്ഞത്തിന്. അങ്ങനെ ഈ ഭൂമി മുഴുവനും അദ്ദേഹം യജ്ഞഭൂമിയാക്കി മാറ്റി. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രാചീന ബർഹിസ് എന്ന പേര് കിട്ടി. കൃഷ്ണ. സാമുദ്രീം ദേവദേവോക്തം ഉപയേമേ ശതദ്രുതിം യാം വീക്ഷ്യ ചാരു സർവാംഗീം കിശോരീം സുഷ്ട്വലങ്കൃതാം. സാമുദ്രീം ദേവദേവോക്താം, പിന്നെ ദേവദേവോക്താം നാക്കുക, പിന്നെ ഉപയേമേ നാക്കുക. വെട്ടിയിട്ട് ആ പൂജ്യം ഇടുക, മുക്താം അനുസ്വാരം ഇടുക, പിന്നെ ഉപയേമേ ശതദ്രുതിം, തീംന്നില്ല, ശതദ്രുതിം നീട്ടണമെന്നുണ്ടെങ്കിൽ ശതദ്രുതിം എന്നാക്കാം. ശതദ്രുതീം എന്ന് നീട്ടരുത്, അർത്ഥവ്യത്യാസം വരും. സാമുദ്രീം, അത് സാമുദ്രീം തന്നെ. സാമുദ്രീം ദേവദേവോക്താം ഉപയേമേ ശതദ്രുതിം യാം വീക്ഷ്യ ചാരു സർവാംഗീം കിശോരീം സുഷ്ട്വലങ്കൃതാം. അദ്ദേഹം സമുദ്രപുത്രിയും ബ്രഹ്മദേവനാൽ പറയപ്പെട്ടതുമായ ആ ശതദ്രുതിയെ വിവാഹം ചെയ്തു. സർവാഭരണ വിഭൂഷിതയുമായ അവളെ മനോഹര സർവാംഗ, എല്ലാ അംഗങ്ങളും സുന്ദരമാണ്. അങ്ങനെയുള്ള സൗകുമാര്യമുള്ള അവളെ, അതുപോലെ കിശോരിയാണ്, ചെറിയതാണ്. ചെറിയ കുട്ടിയായിട്ടുള്ള അവളെ, കിശോര ആകൃതിയിലുള്ള അവളെ, ചെറുതിലെ എന്നൊക്കെ എങ്ങനെയായിരുന്നു, ശൈശവത്തിലെ എന്ന് പറയില്ലേ വിവാഹം, എന്നായിരിക്കും ഇവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വിവാഹം ചെയ്തു. അവളെ വിവാഹത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നതിനായി കണ്ട് ശുഗീരൂപമെടുത്ത തൻ്റെ കാന്തയെ തന്നെ അഗ്നി കാമിച്ചു. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം സമുദ്രപുത്രിയും ബ്രഹ്മദേവോക്തയുമായ ശതദ്രുതിയെ വിവാഹം ചെയ്തു. വിവാഹത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നതായിട്ട് കണ്ട് ശുഗീരൂപമെടുത്ത്, ശുഗി എന്ന് പറഞ്ഞാലൊരു തത്ത അല്ലേ, ഒരു പെൺ തത്ത, തൻ്റെ കാന്തയെ തന്നെ അഗ്നി കാമിച്ചു.
സാമുദ്ര വായിച്ചല്ലോ അല്ലേ, സുഷ്ടുവലങ്കൃത. ഇല്ല, ഒരു ലൈനും കൂടെ വായിക്കേണ്ട, അതാണ് ഞാൻ ഓർത്തവിടെ. സാമുദ്രീം ദേവദേവോക്താം ഉപയേമേ ശതദ്രുതിം യാം വീക്ഷ്യ ചാരു സർവാംഗീം കിശോരീം സുഷ്ട്വലങ്കൃതാം പരിക്രമന്തീമുദ്വാഹേ ചകമേഗ്നി ശുകീമിവ പരിക്രമന്തീമുദ്വാഹേ ചകമേഗ്നി ശുകീമിവ വിബുധാസുരഗന്ധർവ മുനിസിദ്ധ നരോരഗാഹ. അത് വായിച്ച് ശ്രദ്ധിച്ച് വായിക്കണം. ഓരോ പേര് ഓരോ ഇതാ. വിബുധാസുര ഗന്ധർവ മുനിസിദ്ധ നര ഉരഗ. വിബുധാസുരഗന്ധർവ മുനിസിദ്ധ നരോരഗാഹ വിജിതാസൂര്യയാദിക്ഷു ക്വണയന്ത്യൈവ നോപുരൈഃ. കിട്ടിയല്ലോ. വിജിതാസൂര്യയാദിക്ഷു ക്വണയന്ത്യൈവ നോപുരൈഃ. നവോഢയായ അവളെ വിവാഹം കഴിഞ്ഞ ഉടനെയുള്ള അവളെ, പുതു പെണ്ണിനെ നമ്മൾ പറയുന്ന നവദമ്പതികളെ ആയ സ്ത്രീ അവൾ. നവോഢയായ അവൾ കാൽച്ചിലമ്പുകൾ കിളക്കിയത് കൊണ്ട് തന്നെ സർവ്വദിക്കിലുമുള്ള ദേവന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും മുനിമാരും സിദ്ധന്മാരും മനുഷ്യരും സർപ്പങ്ങളുമെല്ലാം അതിൽ മോഹിതരായി. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവൾ. വിബുധാസുരഗന്ധർവ മുനിസിദ്ധ നരോരഗാഹ വിജിതാസൂര്യയാദിക്ഷു ക്വണയന്ത്യൈവ നോപുരൈഃ. നോപുരത്തിൻ്റെ ശബ്ദം കേട്ട് പ്രാചീന ബർഹിഷപുത്ര ശതദ്രുത്യാം ദശാഭവൻ തുല്യനാമവ്രതാ സർവേ ധർമ്മസ്നാതാ പ്രചേതസഃ. തുല്യനാമവ്രതാ സർവേ ധർമ്മസ്നാതാ പ്രചേതസഃ. പിതാവ് അവരെ പ്രജാസൃഷ്ടിയിൽ പ്രാചീന ബർഹിസ് ശതദ്രുതിയിൽ 10 പുത്രന്മാർ. പ്രാചീന ബർഹിസിന് 10 പുത്രന്മാരുണ്ടായി. ശതദ്രുതി എന്നാണ് ബർഹിസിൻ്റെ ഭാര്യയുടെ പേര്. അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചെറുതായിട്ട് വർണ്ണിച്ചതിന് ശേഷം 10 പുത്രന്മാരുണ്ടായി. പക്ഷേ അവർക്ക് ഓരോരുത്തർക്കും പേരിട്ടില്ല. പ്രചേതസ്സുകൾ എന്ന പേരുള്ള അവരെല്ലാം ഒരേ പേരോടും ഒരേ വ്രതത്തോടും കൂടിയവരും ധർമ്മ രഹസ്യങ്ങളെല്ലാം അറിയാവുന്നവരും ആയിരുന്നു. പ്രാചീന ബർഹിഷപുത്ര ശതദ്രുത്യാം ദശാഭവൻ തുല്യനാമവ്രതാ സർവേ ധർമ്മസ്നാതാ പ്രചേതസഃ. പിത്രാദിഷ്ടാ പ്രജാ സർഗേ തപസേർനവമാവിശൻ ദശവർഷസഹസ്രാണി തപസാർച്ചൻ പതസ്പതിം. തപസാർച്ചൻ എന്നാക്കുക. എന്നിട്ട് ആ പൂജ്യവും സേവും വെട്ടിക്കളയുക. പതസ്പതിം എന്നാക്കുക. അപ്പം നമുക്ക് വായിക്കാൻ ഇത്തിരി എളുപ്പമാണ്. പിരിച്ച് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അത് എഴുതിയിരിക്കുന്ന തെറ്റല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന തെറ്റായിട്ടല്ല. ഇത് പദം പിരിച്ച് നമ്മൾ എഴുതി വായിക്കുകയാണ്. പിത്രാദിഷ്ട പ്രജാ സർഗേ തപസേർണവമാവിശൻ. തപസേ അർണവമാവിശൻ ദശവർഷസഹസ്രാണി തപസാർച്ചൻ പതസ്പതിം. പിതാവ് അവരെ എന്ത് ചെയ്യാനാണ് വിട്ടത്? പ്രജാസൃഷ്ടികൾ നടത്തുക. എത്ര പ്രജകൾ കുറവല്ലേ, അപ്പോൾ പ്രജകൾ ഉണ്ടാകണമല്ലോ. അതിനുവേണ്ടി പ്രജാസൃഷ്ടികൾ നിയോഗിച്ചു. അതിന് അവരെ സമുദ്രതീരത്തിലെത്തി. അവിടെ 10,000 കൊല്ലം പറയുന്നത്. കാരണം അന്നത്തെ കണക്കുകളൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. 10,000 എന്നുള്ള നമ്മളിപ്പോൾ പറയുന്ന 10,000 അല്ല അന്നത്തെ 10,000. അത് അങ്ങനെ സംസ്കൃതത്തിലേത് അതുപോലെ നമ്മളിങ്ങനെ പറഞ്ഞെടുക്കുക. ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന നമ്പറുകളുടെ എണ്ണമൊന്നും നമ്മളിപ്പോൾ പറയുന്ന എണ്ണമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കരുത്. തപസ്സുകൊണ്ട് തപോഫലദാതാവായ ഭഗവാനെ ആരാധിച്ചങ്ങനെ കിടന്നു. യദുക്തം പഥി ദൃഷ്ടേന ഗിരിശേന പ്രസീദത തധ്യായന്തോ ജപന്തശ്ച പൂജയന്തശ്ച സംയതാഃ. യദുക്തം പഥി ദൃഷ്ടേന ഗിരിശേന പ്രസീദത തധ്യായതോ ജപന്തശ്ച പൂജയന്തശ്ച സംയതാഃ. അങ്ങനെ പരമേശ്വരൻ ഉപദേശിച്ച അതിനെ തന്നെ ധ്യാനിച്ചും ജപിച്ചും പൂജിച്ചും
ഇവർ തപസ്സിന് പോയ വഴിക്ക് വെച്ച് കണ്ട പരമേശ്വരൻ മഹാദേവൻ അവരെ അനുഗ്രഹിച്ചു, അതിപ്രസന്നനായി. അവർ നന്നായി, നിങ്ങൾ ഈ ചെയ്യാൻ പോണ പ്രവൃത്തി വളരെ നല്ലതാണ്. അപ്പോൾ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു. ആ ഉപദേശിച്ചതിന് അതിനെ തന്നെ ധ്യാനിച്ചും ജപിച്ചും പൂജിച്ചും ഭഗവാനെ സേവിച്ചു. അത് പറയുമ്പോൾ ഇത്രയും പറഞ്ഞു കഴിയുമ്പം നമ്മുടെ വിതുരൻ ചോദിക്കുകയാണ്. വിതുര മൈത്രേയ ഉവാചയാണ്. മൈത്രേയ ഉവാച ഇത്രയും നേരം പറഞ്ഞിരുന്നത്. ഇനി വിതുരർ ചോദിക്കുകയാണ്. പ്രചേതസാം ഗിരിത്രേണ യഥാസീത് പഥി സംഗമഃ യദുദാഹ ഹരപ്രീതഃ തന്നോ ബ്രഹ്മൻ വദാർത്ഥവത്. പ്രീതഃ എന്നാക്കുക, പിന്നെ സ വെട്ടിക്കളയുക കേട്ടോ. പ്രചേതസാം ഗിരിത്രേണ യഥാസീത് പഥി സംഗമഃ യദുദാഹ ഹരപ്രീതഃ തന്നോ ബ്രഹ്മൻ വദാർത്ഥവത്. ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മൻ, ആ പ്രചേതസ്സുകൾക്ക് ശിവനെ കാണാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? എങ്ങനെ ശിവനെ വഴിക്ക് വെച്ച് കണ്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാ? അങ്ങനെ പോയാൽ എങ്ങനെയാ? അത് അദ്ദേഹത്തെ എങ്ങനെ കാണാൻ കഴിഞ്ഞു? മഹാദേവനെ എങ്ങനെ കാണാൻ കഴിഞ്ഞു? എന്താണ് ഉപദേശിച്ചതെന്ന് ഞങ്ങൾക്ക് കൂടി പറഞ്ഞു തരുക എന്ന് വിതുരർ പറഞ്ഞു മൈത്രേയനോട്. സംഗമഖലു വിപ്രർഷേ ശിവനേക ശരീരിണാം ദുർലഭോ മുനയോ ദദ്യുഹു അസംഗാദ യമഭീപ്സിതം. ദദ്യുഹു അവിടെ നിർത്തുക, പിന്നെ രാ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ആയാക്കുക. അസംഗാദ് യം അഭീപ്സിതം. അസംഗാദ് യം അഭീപ്സിതം ഒന്ന് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഞാൻ ഈ വായിക്കുന്ന പുസ്തകത്തിൽ അതിങ്ങനെ ഒന്നിച്ചെഴുതിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിരിച്ച് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ ചില ബുക്കുകളിലൊക്കെ കാണുന്നുണ്ട് പിരിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. സംഗമഖലു വിപ്രർഷേ ശിവനേഹ ശരീരിണാം ദുർലഭോ മുനയോ ദദ്യുഹു അസംഗാദ്യം അഭീപ്സിതം. അല്ലയോ വിപ്രർഷേ എന്നാണ് വിളിക്കുന്നത് കണ്ടോ. സംഗമഖലു വിപ്രർഷേ, ആരെയാ? മൈത്രേയനെ വിതുരർ വിളിക്കുന്ന വിപ്രർഷേ, അതായത് ബ്രഹ്മർഷി എന്നാ. വിപ്രൻ ബ്രാഹ്മണൻ, വിപ്രഷേ ബ്രഹ്മർഷി. അല്ലയോ ബ്രഹ്മർഷി, എന്താ പറഞ്ഞത്? മുനീശ്വരന്മാർക്ക് പോലും ഈ ഭഗവാനെ, അതായത് സർവസംഗ പരിത്യാഗി ആയിട്ട് ധ്യാനിച്ചിട്ടും പ്രാപിക്കാൻ കഴിയാത്ത ഈ രുദ്രനുമായുള്ള ചേർച്ച, അതായത് ശിവനുമായുള്ള മഹാദേവനുമായുള്ള ചേർച്ച ജീവികൾക്ക് ഈ ലോകത്തിൽ വളരെ ദുർലഭമാണ്. അതെങ്ങനെ ഈ പ്രചേതസ്സുകൾക്ക് കിട്ടി? സംഗമ ഖലു വിപ്രഷേ ശിവനേഹ ശരീരിണാം ദുർലഭോ മുനയോ ദദ്യുഹു അസംഗാദ്യം അഭീപ്സിതം. എല്ലാം സർവവും പരിത്യജിച്ച് ധ്യാനിച്ചിരിക്കുന്ന ആളുകൾക്ക് പോലും കാണാൻ കഴിയാത്ത ഈ മഹാദേവനെ എങ്ങനെ ഈ പ്രചേതസ്സുകൾക്ക് കാണാൻ സാധിച്ചു? ആത്മാരാമോപി യസ്ത്വസ്യ ലോകകൽപസ്യ രാധസേ ശക്ത്യാ യുക്തോ വിചരതി ഘോരയാ ഭഗവാൻ ഭവഃ. ആത്മാരാമോപി യസ്ത്വസ്യ ലോകകൽപസ്യ രാധസേ ശക്ത്യാ യുക്തോ വിചരതി ഘോരയാ ഭഗവാൻ ഭവഃ. ഭഗവാനായ ശിവൻ തൻ്റെ ആത്മാവിൽ രമിക്കുന്നവനാണെങ്കിലും ഈ ലോകത്തിൻ്റെ പരിപാലനത്തിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഘോര പ്രകൃതിയോടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. വിചരതി കണ്ടോ, ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട്, ചരതി എന്ന് പറഞ്ഞാൽ നീങ്ങിക്കൊണ്ടിരിക്കും. ഘോര രൂപത്തോടു കൂടി നീങ്ങിക്കൊണ്ടിരിക്കും. ഭഗവാൻ ഭവഃ, ഭവൻ ശിവൻ. അപ്പോൾ മൈത്രേയൻ പറയുകയാണ്. മൈത്രേയ ഉവാച പ്രചേതസ പിതുർവാക്യം ശിരസാദായ സാധവഃ ദിശം പ്രതീചീം പ്രയയുഹു തപസ്യാധൃതചേതസഃ പ്രയയുഹു. പിന്നെ ആ സ അങ്ങ് വിട്ടേരും നിങ്ങൾ, അത് എല്ലാം കൂടെ വായിക്കാൻ ശ്രമിച്ചാൽ തെറ്റും. പ്രചേതസ പിതുർവാക്യം ശിരസാദായ സാധവഃ ദിശം പ്രതീചീം പ്രയയുഹു തപസ്യാധൃതചേതസഃ. വളരെ ഉത്തമന്മാരായ ആ പ്രചേതസ്സുകൾ പിതാവിൻ്റെ വാക്യം ശിരസാ വഹിച്ച് അവർ പിതാവ് പറഞ്ഞതനുസരിച്ച് തപസ്സിൽ ശ്രദ്ധ കലർന്ന പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയിരിക്കുക.
പ്രചേ സമുദ്രമുപ വിസ്തീർണം അപശ്യൻ. വിസ്തീർണം നാക്കുക, പിന്നെ അപശ്യൻ അവിടെ 8 അക്ഷരമാകുന്നുമുണ്ട്, അപ്പോൾ അവിടെ ഒരു ആ നാക്കാം. സമുദ്രം ഉപവിസ്തീർണം അപശ്യൻ സുമഹസരഹ. മഹത്സരഹ സരസ്. മഹന്മനൈവ സ്വച്ഛം പ്രസന്ന സലിലാശയം. അവർ ആ മഹാത്മാക്കളുടെ മനസ്സുപോലെ അത്രയ്ക്ക് നിർമ്മല, അതാ ഏറ്റവും നിർമ്മലമായത് ആരുടെ? മഹാത്മാക്കളുടെ മനസ്സാണെന്നാണ് പറയുന്നത്. അതുപോലെ നിർമ്മല ജലത്തോട് കൂടിയതും വളരെ മത്സ്യാദികൾ ഒക്കെ ഒരുപാട് ഉള്ളതും വളരെ വിസ്തീർണവുമായ ഒരു സരസ് സമുദ്ര സമീപത്ത് കണ്ടു. സമുദ്രത്തിലല്ല കിടന്നത്, സമുദ്ര സമീപത്ത് കണ്ട സരസിലാണ് അവർ കിടന്നത്. അത് പ്രത്യേകം പറയുന്നുണ്ട്. സമുദ്രത്തിൽ പോയി തപസ് ചെയ്തെന്ന് എനിക്കൊന്ന് കിളിപ്പാട്ടിലൊക്കെ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. സമുദ്രത്തിൽ തിരമാലകളൊക്കെ ഉണ്ട്, അതിനകത്തല്ല. സമുദ്രത്തിനോട് ചേർന്ന് തന്നെ ഒരു സരസ്, ഭംഗിയുള്ള ഒരു സരസ് കാണപ്പെട്ടു. ആ സരസ് ശുദ്ധമാണെന്നും പറയുന്നുണ്ട്. മറ്റേ സമുദ്രം ഒരിക്കലും അങ്ങനെയല്ലല്ലോ. സമുദ്രത്തിനകത്ത് പലതുണ്ട് അല്ലേ? അതിനകത്ത് നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. പതയായിട്ട് വരുന്നത് അഴുക്കാന്ന് പറയാറുണ്ട്. പിന്നെ അതിൽ ഉള്ള മത്സ്യങ്ങൾ, മറ്റ് ഇതൊക്കെ ജീവികളുണ്ട്. പിന്നെ രത്നങ്ങൾ, മുത്തുകൾ, പവിഴങ്ങൾ, അങ്ങനെ ഒരുപാട് വിലപിടിപ്പുള്ള പല ശേഖരങ്ങളും കടലിലുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. എങ്ങനെയാണ്? മഹാത്മാക്കളുടെ മനസ്സുപോലെ നിർമ്മല ജലത്തോട് കൂടിയത് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് മനസ്സിലാക്കുന്ന ഉപ്പില്ല. സമുദ്രത്തിന് ഉപ്പുണ്ട്, ഇതൊന്നുമില്ല. തിരമാലയുണ്ട്, ഇതതില്ല. സരസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരമാല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും നമ്മുടെ മനസ്സിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് തിരമാല. അപ്പോൾ ഇതിനകത്ത് അതിനെ കൊണ്ട് തന്നെ ആയിരിക്കാം. ഉദാഹരണമായിട്ട് എങ്ങനെയുള്ള ജലമാണെന്നും എങ്ങനെയുള്ള ജലമുള്ള സരസാണെന്നും പറഞ്ഞിരിക്കുന്നതിനകത്ത് ചെറിയൊരു ഇതേ പറയുന്നുള്ളെങ്കിലും അത് പ്രസക്തമാണ്. മഹാത്മാക്കളുടെ മനസ്സുപോലെ നിർമ്മല ജലത്തോട് കൂടിയതും പ്രസന്ന മത്സ്യാദികളാർന്നതും വിസ്തീർണവുമായ ഒരു സരസ് സമുദ്രതീരത്ത് കണ്ടു, സമീപത്ത് കണ്ടു. നല്ല മത്സ്യങ്ങൾ അല്ലേ? മകര മത്സ്യങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ നല്ല മത്സ്യങ്ങൾ ഉള്ള അതായിട്ടുള്ള, അതുപോലെ ഒരു മാലിന്യവുമില്ലാത്ത, എങ്ങനെയാണ് അതിനെ വർണ്ണിച്ചിരിക്കുന്നത്? മഹാത്മാക്കളുടെ മനസ്സുപോലെ. അപ്പോൾ അവിടെ ശാന്തമാണ്, അല്ല തിരമാലകളുള്ള സ്ഥലമല്ല. അതുകൊണ്ട് സമുദ്രത്തിലാണ് പ്രജേതസ്സുകൾ തപസ് ചെയ്തതെന്ന് ഒരിക്കലും പറയരുത് കേട്ടോ. നമ്മൾ പലയിടത്തും കഥകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ കേൾക്കാറുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ അതങ്ങനെയല്ല. സമുദ്രതീരത്തൊരു സരസിലാണ് അവർ മഗ്നരായി കിടന്ന് തപസ് ചെയ്തത്. സമുദ്രമുപവിസ്തീർണം അപശ്യൻ സുമഹത്സരഹ മഹന്മന ഇവ സ്വച്ഛം. മഹന്മന കണ്ടോ, മഹാത്മാക്കളുടെ മനസ്സുപോലെ സ്വച്ഛമാണ്. പ്രസന്ന സലിലാശയം നീലരക്തോത്പലാംഭോജ. അവിടെ നിന്ന് നിർത്തിയിട്ട് കൽഹാരേന്ദീവരാകരം ഹംസ കോമ സാരസ കോമ ചക്രാഹ്വ കാരണ്ടവ നികൂചിതം എന്ന് വായിക്കണം. കാരണ്ടവ കഴിഞ്ഞ് കോമയുടെ നികൂചിതം. നീലരക്തോത്പലാംഭോജ കൽഹാരേന്ദീവരാകരം ഹംസ സാരസ ചക്രാഹ്വ കാരണ്ടവ നികൂചിതം. മത്തഭ്രമര സൗസ്വര്യ. മത്തഭ്രമര സൗസര്യ ഹൃഷ്ട രോമ ലതാംഘ്രിപം പത്മകോശരജോ ദിക്ഷു വിക്ഷിപ്ത പവനോത്സവം. രണ്ടും കൂടെ ഒന്നിച്ച് നമുക്ക് പറയാം. അപ്പം ആ മഹാത്മാക്കളുടെ മനസ്സ് അത് പറഞ്ഞു. നീലോൽപ്പലം കണ്ടോ, നീലോൽപ്പല പലാംഭോജ. നീലോൽപ്പലം, ചെന്താമര, താമര, കൽഹാരം, ഇന്ദീവരം മുതലായവയുടെ ഉത്ഭവസ്ഥാനവും പിന്നെ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? അരയന്നങ്ങൾ, സാരസങ്ങൾ, ചക്രവാകങ്ങൾ, കാരണ്ടവങ്ങൾ മുതലായ പക്ഷികൾ, ശബ്ദിക്കുന്നതുമായ മത്തുപിടിച്ച വണ്ടുകളുടെ ഗാനം കൊണ്ട് ആനന്ദം ഉണ്ടായിട്ട് രോമാഞ്ചിതമായ വൃക്ഷലതാദികൾ എന്ന് വെച്ചാൽ സുന്ദരമായ ഒരു പ്രകൃതി വർണ്ണനം ഇവിടെ ഉണ്ട്. ചേർന്നതുമായ താമരയുടെ മറ്റും പരാഗം, അതിൻ്റെ മണം, ചെറിയ ഒരു ഗന്ധം ചുറ്റിലും പരത്തുന്ന ആ വായുവിനാൽ ആനന്ദകരവുമായ ഒരു സരസ് കണ്ടു. അത് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ നമുക്കൊരാനന്ദം വരുന്നുണ്ട് അല്ലേ? അത്ര സുന്ദരമായ ആ സരസിനെ കണ്ടു.
തത്ര ഗാന്ധർവമാകർണ്യ ദിവ്യമാർഗമനോഹരം വിസിസ്മ്യു രാജപുത്രാസ്തേ മൃദംഗ പണവാദ്യനു. തത്ര ഗാന്ധർവമാകർണ്യ ദിവ്യമാർഗമനോഹരം വിസിസ്മ്യു രാജപുത്രാസ്തേ മൃദംഗ പണവാദ്യനു. ആ രാജപുത്രന്മാർ പ്രജേതസ്സുകൾ അവിടെ മൃദംഗം, പണവം മുതലായ വാദ്യങ്ങൾ, അവിടെ ഉപയോഗിച്ച വാദ്യങ്ങൾ അതുകൊണ്ട് തുടർന്ന് ദിവ്യമായ ആലാപനത്തോടു കൂടിയ മനോഹര ഗീതം കേട്ട് അത്ഭുത പരവശരായി. ഇവിടെ എങ്ങനെ ഇത്ര സുന്ദരമായ ഗാനം, മൃദംഗവും അതുപോലെ തന്നെ പണവം എന്ന് പറഞ്ഞ വാദ്യം, അതും ഒക്കെ ദിവ്യമായ ആലാപനവും നല്ല സുന്ദരമായ ആലാപനവും കേട്ട് അവർ അത്ഭുതപരവശരായി. എവിടെയാണ് ആലാപനം ഇത്രയും ഒരു സ്ഥലത്ത് എങ്ങനെ വരുന്നു എന്ന് അവരിങ്ങനെ ചിന്തിച്ചു. തത്ര ഗാന്ധർവമാകർണ്യ ദിവ്യമാർഗമനോഹര വിസിസ്മ്യോ രാജപുത്രാസ്തേ മൃദംഗ പണവാദ്യനു. തർഹ്യേവ തസ്മാത് നിഷ്ക്രാമന്തം സഹാനുഗം ഉപഗീയമാനമര പ്രവരം വിബുധാനുഗൈഃ. ഉപഗീയമാനം അമരം, അങ്ങനെയാണ് രണ്ട് മാ വന്നത്. ഉപഗീയമാനം അമരം. ഉപഗീയമാനം നാക്കുക, പിന്നെ ആ ഒരു മായങ്ങ് വെട്ടിക്കളയുക, അവിടെ ഒരു ആ എഴുതി ചേർക്കുക. ഉപഗീയമാനം അമരം അമരപ്രവരം വിബുധാനുഗൈഃ. തർഹ്യേവ സരസസ്തസ്മാത് നിഷ്ക്രാമന്തം സഹാനുഗം ഉപഗീയമാനം അമരപ്രവരം വിബുധാനുഗൈഃ. ഹേമനികായാഭം തപ്തഹേമനികായാഭം ശിതികണ്ഠം ത്രിലോചനം പ്രസാദസുമുഖം വീക്ഷ്യ പ്രണേമോർജാതകൗതുകാഃ. തപ്തഹേമനികായാഭം ശിതികണ്ഠം ത്രിലോചനം പ്രസാദസുമുഖം വീക്ഷ്യ പ്രണേമോർജാതകൗതുകാഃ. ആ തടാകത്തിൽ ഇത് രണ്ടും കൂടിയാണ് 24, 21. തർഹ്യേവ സരസസ്തസ്മാത് നിഷ്ക്രാമന്തം സഹാനുഗം ഉപഗീയമാനമരപ്രവരം വിബുധാനുഗൈഃ. തപ്തഹേമനികായാഭം ശിതികണ്ഠം ത്രിലോചനം പ്രസാദസുമുഖം വീക്ഷ്യ പ്രണേമോർജാതകൗതുകാഃ. ആ തടാകത്തിൽ നിന്ന് അപ്പോൾ അനുജന്മാരോടുകൂടി പുറത്തു വരുന്നൊരു ഗന്ധർവാദികളാൽ ഗാനം ചെയ്യപ്പെടുന്നവനും ദേവശ്രേഷ്ഠനും തപ്ത കാഞ്ചനം കണ്ട തപ്ത ഹേമ സ്വർണം, ആ സ്വർണമയ തുല്യനും നീലകണ്ഠനുമായ ആ മുക്കണ്ണനെ ത്രിലോചനനുമായ ആ പ്രസന്നമുഖനുമായി കണ്ട് ആശ്ചര്യത്തോടു കൂടി നമസ്കരിച്ചു. അവർക്ക് ആ ഭാഗ്യം ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടായി, ആ മഹാദേവനെ കാണാനുള്ള ഭാഗ്യം. ആ മഹാദേവൻ വരുന്ന വരവിനെക്കുറിച്ച് ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രസാദസുമുഖം, ഭഗവാനെ അങ്ങനെ പ്രസാദമുഖനായിട്ട് പലയിടത്തും ചിത്രീകരിക്കുന്നത് കാണാറില്ല അല്ലേ? വളരെ അപൂർവമായിട്ട് മഹാദേവനെ പ്രസന്നമുഖനായിട്ട് കാണുന്ന പറയുന്നുള്ളൂ. സതാൻ പ്രപന്നാർത്തിഹരോ ഭഗവാൻ ധർമ്മവത്സലഃ ധർമ്മജ്ഞാൻ ശീലസമ്പന്നാൻ പ്രീതാനുവാചഃ. സതാൻ പ്രപന്നാർത്തിഹരോ ഭഗവാൻ ഭക്തവത്സലഃ ധർമ്മജ്ഞാൻ ശീലസമ്പന്നാൻ പ്രീതാനുവാചഃ. ശ്രീരുദ്ര എൻ്റെ അർത്ഥം പറഞ്ഞില്ലല്ലോ. പ്രപന്നത്തിൻ്റെ ആർത്തിയെ തീർക്കുന്നവനും ധർമ്മ ഉപദേശകനും ഒക്കെയായ ആ ഭഗവാൻ ആയ മഹാദേവൻ വളരെ സന്തുഷ്ടനും പ്രീതനുമായിട്ട് തത്വം അറിയുന്നവരും ധർമ്മതത്വം അറിയുന്നവരാണ് ഈ പ്രജേതസ്സുകൾ. അതുപോലെ തന്നെ വളരെ നല്ല സ്വഭാവത്തോടു കൂടിയവരാണ്, നല്ല ശീലങ്ങളുള്ളവരാണ്. അവരോടായിട്ട് ഇപ്രകാരം പറഞ്ഞു. ആ രുദ്രൻ പറഞ്ഞതാണ് ഇനി വരുന്നത്. ആ അതിനകത്താണ് രുദ്രഗീതം വരുന്നത്. ആ രുദ്രൻ്റെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, രുദ്രഗീതം മഹാദേവനാൽ സ്തുതിക്കപ്പെട്ടതാണ്. ആരെ? മഹാവിഷ്ണുവിനെ സ്തുതിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ശ്രേഷ്ഠമായിട്ട് കരുതുന്നത്. മഹാദേവൻ
മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നതാണ് രുദ്രഗീതം. പലരും ധരിക്കുന്നത് പോലെ രുദ്രൻ മഹാദേവനെ പ്രകീർത്തിക്കുന്ന ഒരു കീർത്തനമല്ല ആ രുദ്രഗീതം എന്ന് പറയുന്നത്. കീർത്തിക്കുന്നത് ആരെയാണ്? മഹാവിഷ്ണുവിനെയാണ്. ആരാണ് കീർത്തിക്കുന്നത്? രുദ്രനാണ് കീർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ രുദ്രഗീതം എന്ന പേര് വന്നു. അതിൻ്റെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് രുദ്രഗീതം വരുന്നത്. 32ാമത്തെ ശ്ലോകം തൊട്ടാണ്. അവിടം വരെ നമുക്കിപ്പോൾ വായിച്ചു നിർത്താം. യപരം ശ്രീരുദ്ര ഉവാച യൂയം വേദിഷദപുത്ര യൂയം വേദിഷദപുത്ര വിദിതം വശ്ചികീർഷിതം മഹാചികീർഷിതം യൂയം വേദിഷദപുത്ര വിദിതം വശ്ചികീർഷിതം അനുഗ്രഹായ ഭദ്രം വാ ഏവം മേ ദർശനം കൃതം. നിങ്ങൾ ആ പ്രാചീന ബർഹിസിൻ്റെ വേദിഷത പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരല്ലേ? നിങ്ങളുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ ഐശ്വര്യം ഉണ്ടാവട്ടെ. നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ദർശനം നൽകിയതിന് ഉദ്ദേശമുണ്ട്. യപ്പരം രംഹസ സാക്ഷാത് ത്രിഗുണാത് ജീവസഞ്ജിതാത് ഭഗവന്തം വാസുദേവം പ്രപന്ന സ പ്രിയോ ഹി മേ. യപ്പരം രംഹസ സാക്ഷാത് ത്രിഗുണാത് ജീവസഞ്ജിതാത് ഭഗവന്തം വാസുദേവം പ്രപന്ന സ പ്രിയോ ഹി മേ. സൂക്ഷ്മ പ്രകൃതിയിൽ നിന്നും പുരുഷനിൽ നിന്നും അതീതനാണ്. അനന്തമായ മംഗള സ്വരൂപനാണ് സാക്ഷാൽ ഭഗവാൻ വാസുദേവനെ സർവാത്മന ശരണം പ്രാപിച്ചവൻ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവനാകുന്നു. ആര്? ഭഗവാനെ വാസുദേവനെ ശരണം പ്രാപിച്ചത് ആരോ അവൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണെന്ന് ശ്രീരുദ്ര ഭഗവാൻ തന്നെ പറയുന്നു. യപ്പരം രംഹസ സാക്ഷാത് ത്രിഗുണാത് ജീവസഞ്ജിതാത് ഭഗവന്തം വാസുദേവം പ്രപന്ന സ പ്രിയോ ഹി മേ. എനിക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരാകുന്നു. വാസുദേവനെ ഭജിക്കുന്നവരായ നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാകുന്നു. സ്വധർമ്മനിഷ്ഠ ശതജന്മഭിപ്പുമാൻ വിരിഞ്ചതാതേതി തതപരം ഹിമാം അവ്യാകൃതം ഭാഗവതോധ വൈഷ്ണവം പദം യഥാഹം വിബുധാ കലാത്യയേ. സ്വധർമ്മനിഷ്ഠ ശതജന്മഭിപ്പുമാൻ വിരിഞ്ചതാമേതി തതപരം ഹിമാം അവ്യാകൃതം ഭാഗവതോധ വൈഷ്ണവം പദം യഥാഹം വിബുധാ കലാത്യയേ. സ്വന്തം ധർമ്മത്തിൽ നിഷ്ഠയുള്ള പുരുഷന്മാർ 100 ജന്മങ്ങൾ കൊണ്ട് ബ്രഹ്മാവിൻ്റെ സ്ഥാനത്തെ അവർക്ക് ലഭിക്കുന്നു. ഇത് സ്വന്തം ധർമ്മത്തിൽ നിഷ്ഠയുള്ളവരായിട്ടുള്ള ഒരു പുരുഷൻ നിഷ്ഠയായിട്ടുള്ളവനായ ഒരു പുരുഷൻ 100 ജന്മങ്ങൾ കൊണ്ട് ബ്രഹ്മാവിൻ്റെ സ്ഥാനത്തെ പ്രാപിക്കുന്നു. അതിലും പുണ്യമുള്ളവൻ എൻ്റെ സ്ഥാനം നേടുന്നു. അതിലും കൂടുതൽ പുണ്യം മഹാദേവൻ്റെ സ്ഥാനം നേടുന്നു. പരമഭാഗവതനാകട്ടെ, അതായത് മഹാവിഷ്ണുവിൻ്റെ ഭക്തനാകട്ടെ, ദേഹാവസാനത്തിൽ പ്രപഞ്ചത്തിന് അതീതവും ആയ ഭഗവാനെ സംബന്ധിച്ചതുമായ സ്ഥാനത്തെ പ്രാപിക്കുന്നു. ഈ മഹാവിഷ്ണുവിനെ ധ്യാനിക്കുന്നവർക്ക് കിട്ടുന്ന ലോകം ഏറ്റവും ഉന്നതമായ പ്രപഞ്ചത്തിന് അതീതമാണത്. അതുകൊണ്ട് അത് അങ്ങനെ ലഭിക്കുന്നു. സ്വധർമ്മനിഷ്ഠ ശതജന്മഭിപ്പുമാൻ വിരിഞ്ചതാമേതി തതപരം ഹിമാം. വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. വിരിഞ്ചതാമേതി തതപരം ഹിമാം. അല്ലാത്തവർക്ക് എൻ്റെ സ്ഥലം കിട്ടുന്നു. അത് കഴിഞ്ഞിട്ടോ അവ്യാകൃതം ഭാഗവതോധ വൈഷ്ണവം. വിഷ്ണു ഭക്തന്മാർക്കോ പദം യഥാഹം വിബുധാ കലാത്യയേ. ഏറ്റവും ശ്രേഷ്ഠമായ പ്രപഞ്ചത്തിന് അതീതമായ സംബന്ധിച്ചതുമായ സ്ഥാനത്തെ പ്രാപിക്കുന്നു. അധ ഭാഗവതായോയം പ്രിയാസ്ത ഭഗവാൻ യഥാ നമദ്ഭാഗവതാനാം ച പ്രേയാനന്യോസ്തി കരിഹിചിത്. അധ ഭാഗവതായൂയം പ്രിയാസ്ത ഭഗവാൻ യഥാ നമദ്ഭാഗവതാനാം ച പ്രേയാനന്യോസ്തി കരിഹിചിത്. അതുകൊണ്ട് പരമഭാഗവതരായ, അതായത് വിഷ്ണുഭക്തരായ നിങ്ങൾ ഭഗവാൻ എന്ന പോലെ എനിക്ക് വളരെയധികം, അതായത് മഹാവിഷ്ണുവിനെ എന്ന പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ടവരാകുന്നു. ഭക്തന്മാർക്കും അങ്ങനെ എന്നിൽ നിന്ന് അന്യനായി ആരും വേറെ പ്രിയപ്പെട്ടവനായില്ല. ഭക്തരായിട്ടുള്ളവരെ
അല്ലാതെ വേറെ ആരും എനിക്ക് പ്രിയപ്പെട്ടതായിട്ടില്ല. ഭക്തർ തന്നെ എനിക്ക് ഉള്ളത്. ഇദം വിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം നിശ്രേയസകരം ചാപി ശ്രൂയതാം തദ് വദാമി വഹ. ഇദം വിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം നിശ്രേയസകരം ചാപി ശ്രൂയതാം തദ് വദാമി വഹാം. അതുകൊണ്ട് പരിശുദ്ധവും പരമമംഗളപ്രദവുമായ ഈ സ്തോത്രം ആരുമില്ലാത്തടത്ത് ഇത്യനുക്രോശഹൃദയ ഇദം നിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം നിശ്രേയസകരം ചാപി ശ്രൂയതാം തദ് വദാമി വഹ. വിവിക്തം ജപ്തവ്യം കണ്ടോ, എവിടെ ഇരുന്നാൽ ചെയ്യേണ്ടത്? പരിശുദ്ധവും ഈ സ്തോത്രം വിജനതയിൽ ജപിക്കുക. ഒരു ആൾക്കാരുടെ ഒന്നും ഇടയ്ക്ക് തിരക്കിനകത്തല്ല, ഒറ്റയ്ക്കിരുന്ന് ജപിക്കുക. ആൾക്കാരില്ലാത്തത് നിത്യ ആനന്ദമായ ആ സ്തോത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം, അത് കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞിട്ടാണ് രുദ്രഗീതത്തിൻ്റെ ആരംഭമായിട്ട് അതിങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് മൈത്രേയൻ പറയുന്നു. മൈത്രേയ ഉവാച ഇത്യനുക്രോശഹൃദയോ ഭഗവാനാഹ താൻ ശിവഃ ബദ്ധാഞ്ജലീൻ രാജപുത്രാത് നാരായണ പരോ വചഃ. ഇത്യനുക്രോശഹൃദയോ ഭഗവാനാഹ താൻ ശിവഃ ബദ്ധാഞ്ജലീൻ രാജപുത്രാൻ നാരായണ പരോ വചഃ. ഇങ്ങനെ വളരെ കരുണയുള്ളവനും നാരായണപരനുമായ ആ ഭഗവാൻ, നാരായണനെ സേവിക്കുന്നവനുമായ, നാരായണനോട് സ്നേഹമുള്ളവനുമായ ആ ഭഗവാൻ ശിവൻ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ആ പ്രജേതസ്സുകളോട് ഇപ്രകാരം പറഞ്ഞു. അവിടം വരെ ആവട്ടെ ഇന്നത്തെ. ഹരി ഓം.